ഏതായാലും നമ്മുടെ പുതിയ മന്ത്രി ഗണേഷ് കുമാർ CPM-ന് പണി കൊടുത്തു തുടങ്ങി. ഗണേഷ് കുമാർ ചുമതലയേൽക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ S. ശ്രീജിത്ത് പുറത്തിറക്കിയ കൂട്ട സ്ഥലമാറ്റ ഉത്തരവ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മരവിപ്പിച്ചു. 57 പേർക്ക് പൊടുന്നനെ നൽകിയ സ്ഥലമാറ്റമാണ് മരവിപ്പിച്ചത്. ഇതിനൊപ്പം 18 RTOമാർക്ക് സ്ഥാനക്കയറ്റത്തോടെയുള്ള സ്ഥലമാറ്റവും നൽകിയിരുന്നു. ആന്റണി രാജിവെച്ച് KB ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നതിന് തൊട്ട് മുൻപാണ്, ഏകദേശം അരമണിക്കൂർ മുമ്പാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയത്. എന്നാൽ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ ആ ഉത്തരവ് മരവിപ്പിച്ചു. സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി അതിൽ ഇടപെട്ടു. ഉത്തരവ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നൽകിയത്. ഉത്തരവ് പിൻവലിച്ചിട്ടില്ല, മരവിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. വിചിത്രമായ മാനദണ്ഡങ്ങളോടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു നേരത്തെ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ. ഇത് ചോദ്യം ചെയ്ത് ചില ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഇതോടെ ഉത്തരവ് മരവിപ്പിച്ചു. പിന്നാലെ ഇറക്കിയ സ്ഥലമാറ്റ ഉത്തരവിൽ നിന്ന് ചില ഉദ്യോഗസ്ഥർ ഒഴിവായിരുന്നു. ചില ഉദ്യോഗസ്ഥർക്ക് അന്ന് ദൂരേക്ക് സ്ഥലം മാറി പോകേണ്ടി വന്നു. അവർക്ക് കൂടെ താല്പര്യമുള്ള ഇടങ്ങളിലേക്കാണ്, അതൊന്ന് പുതുക്കിയാണ് സ്ഥലമാറ്റ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയത്. അതായത് 29-ാം തീയതി ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയത്. ഈ ഉത്തരവ് ഇറക്കുന്നതിന് മുൻപ് CPM ഉന്നത നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് ഉത്തരവ് ഇറക്കിയത്. മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതാണ് ഗണേശൻ മരവിപ്പിച്ചത്. മരവിപ്പിച്ചിട്ടേ ഉള്ളൂ, ക്യാൻസൽ ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർ മന്ത്രിയെ പോയി കാണുമ്പോൾ എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആകും, ഉത്തരവ് ഇറങ്ങും. കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനെങ്കിലും ഒരു സമയം സാവകാശം കൊടുക്കുക കൂടിക്കാഴ്ചയ്ക്ക്. ഇനി അങ്ങനെയൊക്കെ മതി, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉത്തരവുകളൊക്കെ ഇറങ്ങിയാൽ മതിയെന്ന സന്ദേശമാണ് ഇതുമൂലം ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. ഏതായാലും തുടക്കം കൊള്ളാം.